മനുഷ്യർ തമ്മിൽ പരസ്പരം ബന്ധമില്ലാത്തപ്പോൾ ഓരോരുത്തർക്കും, കാരണം മറ്റുള്ളവരെ ജഡ്ജ് ചെയ്ത് മറ്റുള്ളവരെ കൺക്ലൂഡ് ചെയ്ത് അവരുമായിട്ട് സഹകരിക്കാൻ സാധിക്കാത്ത സമയത്താണ് ദൈവം എന്ന് പറയുന്ന ഒരു ഭാഗം വന്നത്. അപ്പോൾ എന്താണ്? കാരണം ആ വ്യക്തിയുമായിട്ട് സഹകരിക്കുന്നതിൽ എനിക്ക് ആ വ്യക്തിയെ ആശ്രയിക്കേണ്ട എന്നും ഞാൻ നിലനിൽക്കുന്ന അവസ്ഥയെ എനിക്ക് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് ആ വ്യക്തിയുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഇല്ല. കാരണം ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്ന അവസ്ഥയുമായിട്ട് ഞാൻ ചേരുമ്പം ഞാൻ ആരെയും ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമ്മുടെ തിരിച്ചറിവിലൂടെ, അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പം, നമ്മൾ യോഗ ചെയ്യുമ്പം, നമ്മൾ ഭക്തിമാർഗത്തിലൂടെ പോകുമ്പം, നമ്മൾ ദേവിയുമായിട്ടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോകുമ്പം, ഇതെല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പം ഒരു വീട്ടിൽ ഭർത്താവ് മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തെ അപ്പാടെ വിച്ഛേദിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്നത് അവർ ചെയ്യട്ടെ. ഇനി ഭാര്യയാണെങ്കിൽ അമ്പലവും പള്ളിയും നേർച്ചയും വഴിപാടുമായിട്ട് നടക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഭർത്താവിനോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള അവസ്ഥയിലാണ്. എന്നിട്ട് ഈ രണ്ട് കൂട്ടർക്കും പുറത്ത് ഇതുപോലത്തെ പരസ്പര ബന്ധമില്ലാത്ത ഒരുപാട് ആളുകളുമായിട്ടുള്ള ബന്ധമാണ് ഇവർ നിരന്തരം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതുകൊണ്ട് മാത്രമാണ് ഈ രണ്ട് വ്യക്തികളിലും രോഗമുള്ളത്. ഞാൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ആരുമായിട്ടാണോ ബന്ധമില്ലാതെ ഇരുന്ന അവസ്ഥ എന്നിലുണ്ടായിരുന്നത് അതിനെ പതുക്കെ എടുത്തു കളഞ്ഞ് എവിടെയാണ് എനിക്ക് ബന്ധപ്പെടാനുള്ള താല്പര്യം, അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസ്ഥയുള്ളതെന്ന് ശ്രദ്ധിക്കാനുള്ള ശക്തിയാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത്. അല്ലാതെ കൂടെ ഒരു വീട്ടിലിരുന്ന് ഒരു ബെഡിൽ കിടന്നുറങ്ങിയിട്ട് അവരുമായിട്ട് യാതൊരു തരത്തിൽ ബന്ധപ്പെടാനുള്ള അവസ്ഥയെ കട്ട് ഓഫ് ചെയ്യുമ്പം ഈ മെഡിറ്റേഷനാണ് ഏറ്റവും വലിയ ദുരന്തമായിട്ട് മാറുന്നത്. കാരണം ദൈവത്ത് നിങ്ങളെ കൂടെയുള്ള ആളുകളുമായിട്ട് സഹകരിക്കാതെ നിങ്ങളുമായിട്ട് സഹകരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം വലിയ വിഡ്ഢിത്തമാണത്. അതുകൊണ്ട് ഏത് ടെക്നിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പം കൂടെയുള്ളവരുമായിട്ട് സഹകരിക്കാൻ സാധിക്കുന്നുണ്ടോ? അത് സാധിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് തുടർന്നുള്ള സഹകരണം സാധ്യമാവുന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയും വെറും വിശ്വാസം മാത്രമാണ്. അതിന് ഒരു കാലത്തും സമാധാനം കിട്ടാൻ പോണില്ല.